ശ്രുതി നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ വ്യാജ ചായപ്പൊടി നമുക്കറിയാം. വ്യാജ ചായപ്പൊടി നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ഇന്നലെ മുബഷീറിന്റെ വാർത്തയിൽ പറയുകയുണ്ടായാൽ ഗോഡൌണിൽ നിന്ന് 100 കിലോയോളം വ്യാജ സിന്തറ്റിക് കളറാണ് ഇന്നലെ പിടികൂടിയത്. കടുപ്പത്തിലുള്ള ചായ കുടിക്കണോ? അങ്ങനെയാണെങ്കിൽ അതിനാണല്ലോ ഭയപ്പെടുന്നു. ഞാനൊരു ചായപ്രേമിയാണ്. പക്ഷേ ഇന്നലെ ഒരു വാർത്ത കേട്ടപ്പോൾ ശരിക്കും നമുക്ക് പേടിയായി. ഇന്നലെ ഈ ഒരു വാർത്തയോട് ഹോട്ടൽ ഉടമകളും പ്രതികരിച്ചിരുന്നു. ഇത്തരത്തിലൊരു വാർത്ത കൊണ്ടുവന്നതിനോട് വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു അവർ തന്നത്. കാരണം ഇത്തരത്തിൽ വ്യാജ ചായപ്പൊടി നിർമ്മാണം ഇന്നലെ കണ്ടെത്തുകയും ഈ നിർമ്മാണശാലയ്ക്ക് ലൈസൻസ് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇതിൽ പ്രതികരണം നടത്തിയിരുന്നു. തിരൂരിൽ നിന്ന് 2 പേര് ഇന്നലെ പിടിയിലായിരുന്നു. ഇന്നിപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് ഇമ്പാക്റ്റ് ഉണ്ട്. മറ്റു ജില്ലകളിലോട്ടും ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധന പോകുന്നു. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലോട്ടാണ് ഇനി. വ്യാജ ചായപ്പൊടി കണ്ടെത്താൻ മലപ്പുറത്തിന് പുറമെ മറ്റു ജില്ലകളിലേക്കും പരിശോധന നടത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഒരുങ്ങുകയാണ്. റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. വ്യാജ ചായപ്പൊടിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് വാർത്തയിലൂടെ സത്യം മനസ്സിലാക്കാൻ സാധിച്ചെന്ന് മലപ്പുറത്തെ ഹോട്ടൽ ഉടമകൾ പറഞ്ഞു. സിന്തറ്റിക് ഫുഡ് കളർ ചേർത്ത ചായപ്പൊടി മലപ്പുറത്ത് പിടികൂടിയതിന്റെ ഞെട്ടലിലാണ് ജില്ലയിലെ വ്യാപാരികളും ഹോട്ടൽ ഉടമകളും. പേരോ ബില്ലോ ഇല്ലാത്ത ഇത്തരം ഉൽപ്പന്നങ്ങളെ വിപണിയിലേക്ക് അടുപ്പിക്കാറില്ലെന്ന് കച്ചവടക്കാർ പറയുന്നു. അംഗീകൃത കമ്പനികളിലെ ചായപ്പൊടികളാണ് ഉപയോഗിക്കുന്നത്. റിപ്പോർട്ടർ വാർത്ത പോലെയുള്ള മാധ്യമ ഇടപെടലിലൂടെ വ്യാജന്മാരെ തിരിച്ചറിയാൻ സാധിച്ചു. ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പരാതികൾ ഇപ്പോൾ ഇതിൽ യൂട്യൂബ് ചാനലും അതേപോലെ തന്നെ റിപ്പോർട്ട് ടിവിൻ്റെ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു വയലത്തൂർ ഭാഗത്തൊക്കെ ഒരുപാട് ചായപ്പൊടി മായം ചേർത്ത ചായപ്പൊടി വിൽക്കപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ. ഇവിടെ സ്ഥിരം കസ്റ്റമേഴ്സാണ് നമ്മുടെ അടുത്ത് വരുന്നത്. എപ്പോഴും അവർക്കൊക്കെ നമ്മളെ ചായയെ പറ്റി നല്ല അഭിപ്രായവും കാര്യങ്ങളുമാണുള്ളത്. പരമാവധി ഇതുപോലുള്ള റിപ്പോർട്ടുകൾ മുഖാന്തരമാണ് ഇത് ജനങ്ങളിലേക്ക് പുറത്തെത്തുന്നത്. ഊരോ പേരോ ഇല്ലാത്ത ചായപ്പൊടികളുമായി ആളുകൾ വരാറുണ്ടെങ്കിലും അവരുടെ ഉൽപ്പന്നം ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മലപ്പുറത്തെ കുഞ്ഞാക്ക പറയുന്നു. പുറത്തുനിന്ന് ഇഷ്ടമായ ആൾക്കാർ വരുന്നുണ്ട്. ചായപ്പൊടി വേണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് പറഞ്ഞ സാധനങ്ങൾ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് എല്ലാ ബില്ലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ എന്തായാലും ഉപയോഗിക്കലുള്ളൂ. മായം ചേർത്ത ചായപ്പൊടിയുമായി പിടിയിലായ ആഷിഖ് ഇവ സംസ്ഥാനമൊട്ടാകെ വിതരണം ചെയ്തിരുന്നോ എന്നത് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. മറ്റു ജില്ലകളിലേക്കും പരിശോധന വ്യാപിപ്പിക്കാനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ തീരുമാനം. റിപ്പോർട്ടർ, തിരൂർ.